वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददान्ति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्री राधा कृष्ण पादान सगणललिता शिविशाखां विदंश्च ये कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे हरि ओम तत्सत हरे कृष्णा. So welcome all the devotees for today's Bhagavad Gita class. So we are reading. Before we start, what about the shlokas of last week? That is Bhagavad Gita as it is, chapter 2, text 62. ध्यायतो विषयान् पुंसा संगस्तेषुपजायते संगात् संजायते कामा कामात् क्रोधोऽभिजायते. Okay. रूपेश्री माता जी. ध्यायतो विषयान् पुंसा सङ्गास्तेषुपजायते सङ्गात् संजायते कामा कामा क्रोधोऽभिजायते. हरि बोल. सुजय प्रभु. Hare Krishna Prabhu. While contemplating the object of the senses, a person develops attachment for them, and from such attachment, lust develops, and from lust, anger arises. Hare Very Krishna. good. While contemplating the objects of the senses, a person develops attachment for them, and from such attachment, lust develops, and from lust, anger arises. അപ്പോൾ ഒബ്ജക്ട്സ് ഓഫ് ദ സെൻസസ് എന്തൊക്കെയാണ് ഒബ്ജക്ട്സ് ഓഫ് ദ സെൻസസ്? മനോജ് പ്രഭു അറിയോ? പറയാൻ പറ്റുമോ? വേൾഡ്ലി പ്ലഷർ ആണോ ഉദ്ദേശിച്ചത്? അല്ല, അതല്ല. സെൻസ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്? ടേസ്റ്റ്, ഓക്കെ, ടേസ്റ്റ്, പിന്നെ ഫീല്, ഓക്കെ, then സെൻസസ് അല്ലേ? അതിപ്പോ പ്ലഷർ സെൻസ് അങ്ങനെയല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഏത് സെൻസും സെൻസ് 5 ഇന്ദ്രിയങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അപ്പം 5 ഇന്ദ്രിയങ്ങൾക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ട് 5 വിഷയങ്ങളുണ്ട്, സെൻസ് ഒബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, വൺ ഈസ് സൈറ്റ്, സീയിങ്. ഓക്കെ, ആ, വൺ ഈസ് ടേസ്റ്റ്, ഉം, വൺ ഈസ് ഫീൽ, യാ, ഫീലിംഗ്, ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ. ഇല്ല ഇല്ല, സാറ്റിസ്ഫാക്ഷൻ എവിടെ നിന്നാണ് വരുന്നത്? അത് ഏത് സെൻസാണ്? സ്മെൽ ഓക്കെ, ആൻഡ് ഒന്നുകൂടി. എന്റെ എല്ലാ സെൻസും കഴിഞ്ഞു ബ്രോ. മെയിനായിട്ടുള്ള സെൻസ് പറഞ്ഞില്ല. കേൾവി, ഹിയറിംഗ് ഞാൻ വിട്ടുപോയത്. ഹിയറിംഗ്, യെസ്. ഓക്കെ. അപ്പോൾ 5 സെൻസസ് ഉണ്ട്, അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ട് 5 സെൻസ് ഒബ്ജക്ട്സ് ഉണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? വൈൽ കണ്ടംപ്ലേറ്റിംഗ് ദ ഒബ്ജക്ട്സ് ഓഫ് ദ സെൻസസ്. അപ്പോൾ നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നു, ധ്യാനിക്കുന്നു. അതാണ് ധ്യായതോ വിഷയ. വിഷയ എന്ന് പറഞ്ഞാൽ എന്താ? വിഷയം എന്ന് പറഞ്ഞാൽ സെൻസ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, വിഷം വിഷയ. ഓക്കെ, വിഷം നമ്മൾ കഴിച്ചാൽ ഒരു പ്രാവശ്യം മരിക്കുന്നുള്ളൂ, പക്ഷേ വിഷയത്തിൽ നമ്മൾ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് ഓരോ മിനിറ്റും മരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആണ് വ്യത്യാസം. രണ്ടും വരയ്ക്കും. ഒന്ന് പെട്ടെന്ന് കാലിയാവും, മറ്റത് പെട്ടെന്ന് കാര്യമാവില്ല. എവറി മൊമെൻറ്റ് വി ആർ, ബിക്കോസ് വി ആർ എൻഗേജിങ് ഇൻ ദ സെൻസ് ഒബ്ജക്ട്സ് ടു എൻജോയ് മെറ്റീരിയലി. അപ്പോൾ സെൻസ് സെൻസ്, അതായത് നമ്മുടെ സെൻസസ്, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അതായത് കണ്ണിന് എന്താണ് വേണ്ടത്? കണ്ട് സൂഹിക്കണം, രസിക്കണം, കാഴ്ച, ഓക്കെ, ഫോംസ്, ബ്യൂട്ടിഫുൾ ഫോംസ്. ചെവിക്ക് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കണം, പ്ലസൻ്റ് ആയിട്ടുള്ളത്, ഓക്കെ. അത് എന്താണ് പ്ലസൻസ്? ഓരോരുത്തരുടെ ഏത് ഗുണത്തിലാണ് ജീവിക്കുന്നത് അതനുസരിച്ചായിരിക്കും പ്ലഷർ കേട്ടോ. പ്ലഷർ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ഓൾ ഗുഡ് തിങ്സ് ആർ പ്ലഷറബിൾ, ഓക്കെ. അപ്പോൾ മോഡ് ഓഫ് ഗുഡ്നെസ്സുള്ള ആൾക്കാർക്ക് ഒരു നല്ല ക്ലാസിക്കൽ മ്യൂസിക്കോ അല്ലെങ്കിൽ ഡിവോഴ്സ് സോങ്ങോ ഇപ്പോൾ കേൾക്കുമ്പോൾ നല്ല പ്ലഷറായിരിക്കും. മോഡ് ഓഫ് ഇഗ്നോറൻസ് ആണെങ്കിൽ അടിപൊളി പാട്ട്, ഓക്കെ, മനസ്സിലാക്കില്ലേ? അപ്പോൾ ഓരോരുത്തരുടെ പ്ലഷർ, സെൻസ് പ്ലഷർ ഡിഫേഴ്സ്, ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഏത് ഗുണത്തിലാണ് ആ വ്യക്തി ജീവിക്കുന്നത് അതിനനുസരിച്ച് സെൻസ് പ്ലഷർ. അപ്പോൾ അത് ഗുഡ്, ബാഡ് ആൻഡ് അഗ്ലി ആയിരിക്കും, ഓക്കെ. ചെവിക്ക് കേട്ടുകൊണ്ടിരിക്കണം, അതാണ് പ്ലഷർ, ഓക്കെ. സ്കിന്നിന് ടച്ച് ഫീലിംഗ്, ഓക്കെ. പിന്നെന്താ? നാവിന് രുചിയുള്ള ഭക്ഷണം. എഗെയിൻ ആ രുചിയുള്ള ഭക്ഷണം എന്താണ് രുചി? ദാറ്റ് ആൾസോ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഓക്കെ. മോഡ് ഓഫ് ഗുഡ്നെസ്സിലുള്ള ഒരാളുടെ രുചിയും മോഡ് ഓഫ് പാഷൻ്റെ ഒരാളുടെ രുചിയും മോഡ് ഓഫ് ഇഗ്നോറൻസിലുള്ള ഒരാളുടെ രുചിയും വ്യത്യസ്തമായിരിക്കും. അതേപോലെ പിന്നെന്താണ്? ഒന്നുകൂടി നാസിക, മൂക്കിന് നല്ല സുഗന്ധം, ഓക്കെ, അതും വ്യത്യാസമാണ്. അതായത് ചൈനയിലാണോ? പ്രഭുപാദ ചൈനയിലത്തെ ഒരു ഉദാഹരണം എന്താ പറയുക? അവർക്ക് നല്ല ഘീലുണ്ടാക്കിയ ആ പൂരി അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒന്നാന്തരം ഘീലുള്ള പശു നെയ്യിൻ്റെ, ദേശീയ പശു നെയ്യിൻ്റെ ഇതിലുണ്ടാക്കിയ പൂരിയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അവർക്ക്. അതായത് ഈ റോട്ടൺ സാധനങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ സ്മെല്ലാണ് അവർക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ, മനസ്സിലാക്കില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോംബെയിലൊക്കെ ഈ സ്ലംസ്, ജോബടപ്പട്ടിയിൽ താമസിക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയാൽ അവർക്ക് ഉറക്കം വരില്ല അവിടെ. കാരണം ദേ ആർ യൂസ് ടു എ ഡിഫറെൻറ്റ് ഫ്രാഗ്രൻസ്, മനസ്സിലാക്കില്ലേ? അപ്പോൾ അതേപോലെയാണ് ഇപ്പം നമ്മളുടെ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്താണ്? അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് വരും, ഓക്കെ. ആ അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ ഒരു ആസക്തി വരും. എനിക്ക് ഇന്നത് കേൾക്കണം, ഇന്നത് കാണണം, ഇന്നത് ടേസ്റ്റ് ചെയ്യണം, ഇന്നത് സ്മെല്ല് ചെയ്യണം, ഒരു അറ്റാച്ച്മെൻറ്റ് വരും. എല്ലാവർക്കും സ്വാദാണ്, ഓക്കെ. അത് അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ അത് കിട്ടാതിരിക്കുമ്പോൾ എന്താവും? എ പേഴ്സൺ ഡെവലപ്സ് അറ്റാച്ച്മെൻറ്റ് ഫോർ ദം, ആൻഡ് ഫ്രം സച്ച് അറ്റാച്ച്മെൻറ്റ് ലെസ് ഡെവലപ്സ്, ഓക്കെ. ലെസ് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, അത് കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കാതെ വരുമ്പോൾ എന്താണ് വരിക? ആങ്കർ, നമുക്ക് ദേഷ്യം. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറിയിട്ടില്ലെങ്കിൽ അവിടെ ഉടനെ വന്നു. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 8 മണിക്ക് രാവിലെ ചായ കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്, ഓക്കെ. 8 മണിക്ക് ഓഫീസിൽ പ്യൂൺ വന്നിട്ട് ചായ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കും. ഒരു 8:05 കഴിഞ്ഞാൽ ആൾ ഔട്ട് ഓഫ് കൺട്രോളായി. ഇവർ ചായ വന്നില്ല, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആൾ, അല്ലെങ്കിൽ വേറെ മദ്യം കഴിക്കുന്ന ആൾ, ആ സമയത്തിന് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. ബിക്കോസ് ഓഫ് ദ അറ്റാച്ച്മെൻറ്റ്, അഡിക്ഷൻ ടു ദാറ്റ് പെർട്ടിക്കുലർ സെൻസ് ഒബ്ജക്റ്റ്. ആ സെൻസസ് അത്രയും അറ്റാച്ച്മെൻ്റായി ആ സെൻസ് ഒബ്ജക്റ്റിനോട്. അപ്പോൾ അത് നടക്കാണ്ട് വരുമ്പോൾ എന്താണ്? ആങ്കർ, ദേഷ്യം വരുന്നു ആൾക്ക്. ഇതാണ് ഭഗവാൻ പറയുന്നത് ധ്യായതേ വിഷയാം പുംസാം എന്ന് പറയുന്നത്. അതായത് നമ്മളതിനെ കോൺടെംപ്ലേറ്റ് ചെയ്യുമ്പോൾ, വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയത്തിൽ നമ്മൾ കോൺടെംപ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊരു ആസക്തി വരുന്നു. ആസക്തി ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആസക്തിയിൽ അത് നമുക്ക് ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഉടനെ ദേഷ്യം വരുന്നു എന്നാണ് പറയുന്നത്. So one who is not Krishna conscious is subjected to material desires while contemplating the object of the senses. The senses require real engagements, and if they are not engaged in the transcendent loving service of the Lord, they will certainly seek engagement in the service of materialism. പ്രഭാത പർപ്പോട്ടിൽ പറയുന്നത് എന്തായാലും സെൻസസിന് എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് വേണം.
സെൻസസിനെ അങ്ങനെ ജസ്റ്റ് അങ്ങനെ അതിൻ്റെ വഴിക്ക് വിട്ടു കൊടുക്കാൻ പറ്റില്ല. യു ഹാവ് ടു എൻഗേജ്. അപ്പോൾ ആ എൻഗേജ്മെൻറ്റ് നല്ല രീതിയിലാണ് എൻഗേജ് ചെയ്തെന്ന് വെച്ചാൽ എന്നാൽ പ്രശ്നമില്ല. ഓക്കെ. പക്ഷേ മെറ്റീരിയൽ ഒബ്ജക്ട്സിൽ ഭൗതിക തലത്തിലുള്ള ആ ഒരു കാര്യങ്ങളിലാണ് നമ്മൾ ഇടപെടുന്നത് വെച്ചാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ അത് ഒരു ഡൈവേർഷനാവും. നേരെ മറിച്ച് ഭഗവാന്റെ കാര്യങ്ങളിലാണ് നമ്മൾ നമ്മുടെ സെൻസസിനെ എൻഗേജ് ചെയ്തതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നെസ്, സത്വഗുണത്തിലായിരിക്കും ജീവിക്കുന്നത്. സത്വഗുണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പതുക്കെ ഭഗവാന്റെ കൃപ കൊണ്ട് ശുദ്ധ സാത്വിക സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. Okay. So in the material world, everyone, including Lord Shiva and Lord Brahma, to say nothing of other demigods in the heavenly planets, is subject to the influence of sense objects. And the only method is to get out of the puzzle of material existence is to become Krishna conscious. അപ്പോൾ ഭൗതിക ലോകത്തിൽ എല്ലാവരും, ഇൻക്ലൂഡിങ് ലോർഡ് ശിവ ആൻഡ് ലോർഡ് ബ്രഹ്മ, ടു വാട്ട് ടു സ്പീക്ക് ഓഫ് അതേഴ്സ്. അപ്പോൾ ഈവൻ അവരും കൂടി ആക്ച്വലി അവരതിന് അടിമപ്പെട്ട ആൾക്കാരല്ല എങ്കിലും കൂടി, സിൻസ് ദേ ആർ ഗവേണിങ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്, അതിൻ്റെ ചെറിയൊരു ടിച്ച് ഓഫ് ഒരിത് വരുന്നതാണ് പറയുന്നത്. ദേ ആർ നോട്ട് അഡിക്റ്റഡ് ഓർ ദേ ആർ നോട്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് ഗുണാസ്. ഓക്കെ. അവരെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോർഡ് ശിവ തമോ ഗുണത്തിൻ്റെ മാസ്റ്ററാണ്, ലോർഡ് ബ്രഹ്മ രജോ ഗുണത്തിൻ്റെ മാസ്റ്ററാണ്. പക്ഷേ അവർ ആ ഗുണത്തിൻ്റെ അധീനത്തിനല്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും കൂടി സിൻസ് ദേ ആർ വിത്തിൻ ദിസ് മെറ്റീരിയൽ വേൾഡ്, ദേ ആർ ആൾസോ affected a tinge of. നേരെ മറിച്ച് വിഷ്ണു മെയിൻ്റനൻസ്, ഹീ ഈസ് എ മാസ്റ്റർ ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നെസ്. പക്ഷേ അദ്ദേഹം ഇതിൽ ഇൻവോൾവ് അല്ല, ഈസ് എലോഫ്. ഓക്കെ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരത്തിൽ വിഷ്ണു മാത്രമാണ്, അതായത് സത്വഗുണത്തിൻ്റെ മാസ്റ്റർ ആണെങ്കിലും കൂടിയും അദ്ദേഹം സത്വഗുണത്തിലും മീതെയാണ്, വിശുദ്ധ സത്വത്തിലാണ്. അദ്ദേഹം ഈ ഭൗതിക ലോകമായിട്ട് യാതൊരു കണക്ഷനുമില്ല. ജസ്റ്റ് ലൈക്ക് എ ലോട്ടസ് flower, although it is in the muddy water, it is aloof from this mud, it is floating. അതേപോലെയാണ് വിഷ്ണുവിൻ്റെ. പക്ഷേ ഇവിടെ പറയുന്നത് ഭഗവാൻ ശിവനും ബ്രഹ്മാവിനും കൂടി അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. സോ എങ്ങനെ ഇത് മാറ്റിയെടുക്കാം? വെൻ എ പേഴ്സൺ ബിക്കംസ് കൃഷ്ണ കോൺഷ്യസ്. ഒരു കൃഷ്ണാവബോധത്തിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും അതിനെ തരണം ചെയ്യാൻ പറ്റും. അതായത് കംപ്ലീറ്റ് അബ്സോർപ്ഷൻ വേണം. Lord Shiva was deep in meditation, but when Parvati agitated him for sense pleasure, he agreed to the proposal, and as a result, Kartikeya was born. ഇത് എന്തിനാണ് ഈ ലീലകളെ എന്താ പറയുക ഇവിടെ മെൻഷൻ ചെയ്യുന്നത് വെച്ചാൽ, അതായത് ഈവൻ അത്രയും എക്സോൾട്ടഡ് ആയിട്ടുള്ള ഡിവോട്ടീസും കൂടിയും അതിന് അടിമപ്പെടുന്നു ചില സമയത്ത്, എപ്പോഴല്ല ചില സമയത്ത്. അപ്പോൾ നമ്മുടെ കാര്യം എന്തായിരിക്കും? അപ്പം അതുകൊണ്ടാണ് ലോർഡ് ശിവയുടെ ഒരു എക്സാമ്പിൾ പറയുന്നത്. വെൻ ഹി വാസ് അജിറ്റേറ്റഡ് ബൈ മദർ പാർവതി, കാർത്തികേയ വാസ് ബോൺ. നേരെ മറിച്ച് വെൻ ഹരിദാസ് ഠാക്കൂർ വാസ് എ യങ് ഡിവോട്ടി ഓഫ് ദ ലോർഡ്, ഹി വാസ് സിമിലർലി അലൂർഡ് ബൈ ദ ഇൻകാർണേഷൻ ഓഫ് മായ ദേവി, ബട്ട് ഹരിദാസ് ഈസിലി പാസ് ദ ടച്ച് ബിക്കോസ് ഓഫ് ഹിസ് അൺഅലോയ്ഡ് ഡിവോഷൻ ടു ലോർഡ് കൃഷ്ണ. അപ്പോൾ അതിന് നേരെ വിപരീതമായിട്ട് ഹരിദാസ് ഠാക്കൂർ ഒരു ശുദ്ധ ഭക്തനാണ്. ഈവൻ സ്വയം മായാദേവി തന്നെ പരീക്ഷിക്കാൻ വന്നു, എന്നിട്ടും ഹരിദാസ് ഠാക്കൂർ അതിന് വഴങ്ങിയില്ല, അതിനെ വിജയിച്ചു എന്നാണ് പറയുന്നത്. As illustrated in the above mentioned verse of Sri Yamunacharya, a sincere devotee of the Lord shuns all material sense enjoyment due to his higher taste for spiritual enjoyment in the association of the Lord. That is the secret of success. One who is not, therefore, in Krishna consciousness, however powerful he may be in controlling the senses by artificial repression, is sure ultimately to fail, for the slightest thought of sense pleasure will agitate him to gratify his desires. അപ്പോൾ നമ്മൾ ഭൗതിക തലത്തിൽ എത്ര വലിയ വിദ്വാനായിക്കോട്ടെ, എത്ര വലിയ ആളായിക്കോട്ടെ, ഓക്കെ, സെൻസ് കൺട്രോളിൽ ലോർഡ് ശിവനൊന്നും വെല്ലുവിളിക്കാൻ ആരുമില്ല. അത്രയും കൺട്രോളുള്ള ആളാണ് ലോർഡ് ശിവ. അദ്ദേഹത്തിനും കൂടി ചില സമയങ്ങളിൽ, ഓഫ് കോഴ്സ് ഭഗവാന്റെ ലീലയാണ്, ഭഗവാന്റെ ടെസ്റ്റാണ്, അതൊക്കെ നമുക്കറിയാം. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹി ഈസ് നോട്ട് വൺ എമംഗ് ദം, ബട്ട് ജസ്റ്റ് ടു ടീച്ച് us. ഈവൻ എ ഗ്രേറ്റ് ഡിവോട്ടി ആസ് ലോർഡ് ശിവ ഈസ് സക്കംഡ് ടു സച്ച് സിറ്റുവേഷൻ.
അപ്പോൾ അതിൻ്റെ തുല്യമായിട്ട് വേറൊരു ഡിവോട്ടിയുടെ ഇവിടെ ഉദാഹരണം പറയുന്നത് ഹരിദാസ് ഠാക്കൂർ. ബിക്കോസ് ഹരിദാസ് ഠാക്കൂർ അങ്ങനെ സ്വയം പ്രയത്നം കൊണ്ട് തൻ്റെ സെൻസസിൻ്റെ, തൻ്റെ ഇന്ദ്രിയങ്ങളെ വശീകരിക്കല്ല, കൺട്രോൾ കൊണ്ടല്ല ചെയ്യുന്നത്, ഭഗവാൻ വിട്ടുകൊടുത്തു. ബിക്കോസ് ഈസ് ടോട്ടലി സറണ്ടേഡ് സോൾ. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ കൃപ അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മളും ടോട്ടലി ഭഗവാനെ സറണ്ടർ ചെയ്തിട്ട് ഭഗവാന്റെ സേവ ചെയ്ത് ഭഗവാന്റെ ഓരോ സേവയിലും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ നമ്മളും ഈ ടെസ്റ്റെല്ലാം പാസ്സായിട്ട് ഒരു ശുദ്ധ ഭക്തനായിട്ട് തീരും. അപ്പോൾ നമുക്ക് ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ യാതൊരു താല്പര്യം ഉണ്ടായിരിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ഹയർ ടേസ്റ്റിൽ, അതായത് ഭഗവാന്റെ ആ സേവയിൽ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ സഹായിക്കും. എപ്പോഴും ഭഗവാന്റെ മേഴ്സി, കരുണ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പരാജയം, ഇന്ദ്രിയ വിഷയങ്ങളെ കൊണ്ട് ഒരു പരാജയം നമുക്ക് വരില്ല. വേറെ പല പരാജയം ഉണ്ടായിരിക്കും, സോ കോൾഡ് പരാജയം, ഇറ്റ്സ് നോട്ട് പരാജയം. ഓക്കെ. ഹരിദാസ് ഠാക്കൂറിൻ്റെ കാര്യം എടുത്താലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടല്ല. അതൊക്കെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന ആ ഒരു പ്ലഷറാണ്. ഭഗവാൻ എല്ലാ സമയത്തും അവരുടെ കൂടെ, ഭക്തൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ എന്തെങ്കിലും ഇനി പോയിന്റ്സ് ഫ്രം ദിസ്? ഹരേ കൃഷ്ണ. എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? അഡീഷണൽ പോയിന്റ്സോ അല്ലെങ്കിൽ കമൻസോ വല്ലതും ഉണ്ടോ? ഹരേ കൃഷ്ണ. സോ അടുത്ത ടെക്സ്റ്റ് 23 പോവാം. ഈ ശ്ലോകം വളരെ നല്ല ശ്ലോകമാണ്. നമുക്ക് ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ടാണ് പോകുന്നതാണ് പിന്നെ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. സർവപാലക് പ്രഭു. क्रोधात् भवति सम्मोहः, सम्मोहात् स्मृतिविभ्रमः, स्मृतिविभ्रंशात् बुद्धिनाशो, बुद्धिनाशात् प्रणश्यति. Translation. From anger, complete delusion arises, and from delusion, bewilderment of memory. When memory is bewildered, intelligence is lost, and when intelligence is lost, one falls down again into the material pool. Very good. So from anger, complete delusion arises, and from delusion, bewilderment of memory. When memory is bewildered, intelligence is lost, and when intelligence is lost, one falls down again into the material pool. അപ്പോൾ നമുക്ക് ആ എന്തെങ്കിലും വാസന അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടായി അത് സഫലീകരിച്ചില്ലെങ്കിൽ ദേഷ്യം വരുന്നു. ആ ദേഷ്യത്തിൽ നിന്ന് എന്താണ് പിന്നെ ഡെലൂഷൻ. നമുക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ്, അങ്ങനെ ഒന്നും അറിയില്ല. ടോട്ടലി ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ. ദേഷ്യം വന്നാൽ ആർക്കും ഒന്നും നമ്മുടെ കൺട്രോളായിരിക്കില്ല. എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഒന്നും നമ്മുടെ കൺട്രോളില്ല. അപ്പോൾ തോന്നുന്നത് അത് ചെയ്യും, അത് പറയും. ഓക്കെ. അതിൻ്റെ ഭവിഷ്യത്ത് പിന്നെ അനുഭവിക്കുക. അങ്ങനത്തെ സ്ഥിതിയിൽ എന്താണ് നമ്മളുടെ ഓർമ്മശക്തി, അതായത് ഓർമ്മ ഒന്നിനും ഒരു തുല്യ ആണ് ബിൽഡർമെൻറ്റ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ, അങ്ങനത്തെ ഡെലൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെമ്മറി അത് ബാധിക്കും. ശരിയും തെറ്റും തിരിച്ചറിയില്ല, നമ്മുടെ ഓർമ്മശക്തി ശരിക്കും ഉണ്ടാവില്ല. അങ്ങനെ ആ ഓർമ്മശക്തി നശിച്ചു കഴിഞ്ഞാൽ, ബിൽഡർമെൻറ്റ്, അതായത് ടോട്ടലി കൺഫ്യൂഷൻ കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഇൻ്റലിജൻസ് ഈസ് ലോസ് എന്ന് പറയുന്നത്. ബുദ്ധി, വിവേകബുദ്ധി, ഡിസ്ക്രിമിനേറ്റീവ് പവർ. ഓക്കെ. എല്ലാവർക്കും ഒരു വിവേകബുദ്ധി തന്നിട്ടുണ്ടല്ലോ, ശരിയും തെറ്റും വേർതിരിച്ചറിയാനുള്ള ഒരു വിവേകബുദ്ധി, അത് നശിച്ചു. അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലോസ്റ്റ്. വൺ ഫോൾസ് ഡൗൺ എഗെയിൻ ടു ദ മെറ്റീരിയൽ പൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എവറിത്തിങ്, അതാണ് സർവനാശത്തിൻ്റെ, അതായത് അവനവൻ്റെ ബുദ്ധി ഇല്ലെങ്കിൽ, ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നാശം, എല്ലാം നാശം തന്നെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീക്വൻസ്. ഫ്രം ആങ്കർ, ഡെലൂഷൻ, ഫ്രം ഡെലൂഷൻ memory loss, then intelligence is lost, everything is lost. So Srila Rupa Goswami has given us this direction. Prapanchikataya buddhya hari sambandhi vastuna mumukshubhi parityago vairagyam falgu khatyate. Bhakti Rasamrita Sindhanadu. By development of Krishna consciousness,
one can know that everything has its use in the service of the Lord. Those who are without knowledge of Krishna consciousness artificially try to avoid material objects. As a result, although they desire liberation from material bondage, they do not attain the perfect stage of renunciation. അപ്പോൾ നമ്മൾ കൃഷ്ണാവബോധത്തിൽ എങ്ങനെ അഡ്വാൻസ് ചെയ്യുന്നതോ ഓക്കെ എല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യലി നമ്മളൊന്നും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത് വിത്തൗട്ട് നോളജ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് ആർട്ടിഫിഷ്യലി ട്രൈ ടു അവോയ്ഡ് മെറ്റീരിയൽ ഒബ്ജെക്ട്സ് ആസ് എ റിസൾട്ട് although they desire liberation from material bondage, they do not attain the perfect stage of renunciation. നമ്മളൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും റിനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ദർ സോ കോൾഡ് റിനൗൺസിയേഷൻ ഇസ് കോൾഡ് ഫൽഗു. അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ റിനൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫൽഗു ഓർ ലെസ് ഇമ്പോർട്ടൻറ്റ്, it's of no use. On the other hand, a person in Krishna consciousness knows how to use everything in the service of the Lord. Therefore, he does not become a victim of material consciousness. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ഒരുപാട് മെറ്റീരിയൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ആ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് സ്പിരിച്വൽ ആക്കിയിട്ട് മാറ്റാൻ പറ്റും ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെലിഫോൺ, നമ്മൾ യൂസ് ചെയ്യുന്ന PC, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സൂം, ഇതെല്ലാം സ്പിരിച്വലൈസ് അങ്ങനെയാക്കുക. ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് മാറ്റർ ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ദാറ്റ് ബിക്കം സ്പിരിച്വൽ. So for example, for an impersonalist, the Lord or the Absolute being impersonal cannot eat, whereas an impersonalist tries to avoid good eatables. A devotee knows that Krishna is supreme enjoyer and that he eats all that is offered to him in devotion. അപ്പോൾ മായാവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഭഗവാൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഭഗവാന് ഇത് സമർപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നു അപ്പോൾ അതിനേക്കാളും ബെറ്റർ എന്താ, ബെറ്റർ അവോയ്ഡ്, നല്ല ഈറ്റബിൾസ് ഒന്നും പാടില്ല, അതൊക്കെ റിനൗൺസ് ചെയ്യുക. അറ്റാച്ച്മെൻറ്റ് വരും, നമ്മളങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതിനോട് അറ്റാച്ച്മെൻറ്റ് വരും. അപ്പം നമ്മൾ വീണ്ടും ഈ മെറ്റീരിയൽ പൂളിൽ വീണ്ടും വന്ന് ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കും എന്നുള്ള ഒരു സിദ്ധാന്തമാണ്. നേരെ മറിച്ച് അത് ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ യാതൊരു റിയാക്ഷൻ ഉണ്ടാവില്ല, പിന്നെ ഭഗവാന്റെ കൃപ കിട്ടുകയും ചെയ്യും, അറ്റാച്ച്മെൻറ്റും വരില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് so after offering good eatables to the Lord, the devotee takes the remnants called prasadam. പ്രസാദം പറഞ്ഞാൽ പ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മേഴ്സിയാണ്. ഭഗവാന്റെ മേഴ്സിയിൽ എവിടെ റിയാക്ഷൻ വരുന്നത്? അപ്പോൾ സാധാരണത്തെ ഒരു മെറ്റീരിയൽ, ഒരു മായാവാദി ഫിലോസഫർ എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം അവോയ്ഡ് ചെയ്യും. ദിസ് ഈസ് മെറ്റീരിയൽ, ദിസ് ഈസ് മെറ്റീരിയൽ, ദാറ്റ് ഈസ് മെറ്റീരിയൽ, വി ഷുഡ് നോട്ട് ഗെറ്റ് അറ്റാച്ച് ടു ഇറ്റ്. അത് അവോയ്ഡ് ചെയ്യും. ഒരു ഭക്തൻ നേരെ മറിച്ച് എല്ലാം ഭഗവാന്റെ സേവയിൽ അർപ്പിച്ച് അത് അതിൻ്റെ വേണ്ട വിധത്തിൽ അതിനെ വിനിയോഗിക്കുന്നു. അതിനാണ് പറയുന്നത് യുക്തവൈരാഗ്യം എന്ന് പറയുന്നത്. വൈരാഗ്യം ആവശ്യമുണ്ട്. അത് ആ യുക്തവൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്തും നമുക്ക് ഭഗവാന്റെ സേവയിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലാണ്ട് അനാവശ്യമായിട്ട് അതിനെ ഡിറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ അതിനെ റിനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. Thus everything becomes spiritualized and there is no danger of a downfall. The devotee takes prasadam in Krishna consciousness, whereas the non-devotee rejects it as material. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഒരു ഡിവോട്ടീസ് പ്രഭുപാദന് ചെന്ന് കാണിച്ചു കൊടുത്തു. എന്താണ് പൈസയുടെ ഒരു ഹീപ്പ് ഓഫ് മണി ആൻഡ് നോട്ട്സ്. അപ്പോൾ മായാവതി ഒരു സന്യാസി ഇങ്ങനെ കൈ ബാക്കിലേക്ക്, ഐ ഡോണ്ട് വാണ്ട് ടു ടച്ച് ബിക്കോസ് ഇറ്റ് ഈസ് മെറ്റീരിയൽ. അപ്പോൾ പ്രഭുപാദി കാണിച്ചു കൊടുത്തു, ഓക്കെ യു ബ്രിങ് ദാറ്റ് ആൻഡ് ഐ വിൽ ഹഗ് ദൻ മണി ആൻഡ് സെൻഡ് എ ഫോട്ടോ. അതായത് പ്രഭുപാദ ഫോർ സെൻസ് എൻജോയ്മെൻ്റ് അല്ല അത് ഉപയോഗിക്കുന്നത്, ഭഗവാന്റെ സേവയിലാണ്. അപ്പോൾ അതാണ് രണ്ട് ഫിലോസഫിയും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ അതിനെ ഉപേക്ഷിക്കുന്നു, അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിൽ ആസക്തി പാടില്ല. വീണ്ടും ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ നമുക്ക് വരേണ്ടി വരും ഒരു കൂട്ടം ആൾക്കാർ. ഒരു കൂട്ടം ആൾക്കാർ എന്ത് തന്നെയാലും ശരി, അത് ഭൗതിക തലത്തിലുള്ള ഏതൊരു വസ്തു ആണെങ്കിലും ശരി, അതിനെ ഭഗവാന്റെ സേവയിൽ ഉപയോഗിക്കുമ്പോൾ അത് സ്പിരിച്വലായി ആയിട്ട് മാറുന്നു. അതുകൊണ്ട് അത് ഒരു കുഴപ്പമില്ല, അറ്റാച്ച്മെൻറ്റും വരില്ല, നമുക്കൊരു റിയാക്ഷനും കിട്ടുന്നില്ല. അതാണ് പ്രസാദത്തിൻ്റെ ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So the impersonalist therefore cannot enjoy life due to his artificial renunciation, and for this reason
a slight agitation of the mind pulls him down again into the pool of material existence. It is said that such a soul, even though rising up to the point of liberation, falls down again due to his not having support in devotional service. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ അവരും ട്രാൻസെൻഡൻ്റലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈവൻ ഇപ്പോൾ മയവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാരും ട്രാൻസെൻഡൽ, അവരും ആ ലിബറേറ്റഡ് സ്റ്റേജിൽ എത്തിയാലും കൂടിയിട്ട് അവർക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇല്ലാത്ത കാരണം അവർ തീർച്ചയായിട്ടും വീണ്ടും ഈ മെറ്റീരിയൽ പൂളിലേക്ക് തിരിച്ചു വരേണ്ടി വരും എന്നാണ് ഈവൻ ശ്രീമദ് ഭാഗവതത്തിലെ 11th കാൻറ്റോയിൽ പറയുന്നത്. ഇതിനു മുമ്പ് ആ ശ്ലോകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭഗവാൻ കൺസെപ്റ്റ് ഇല്ലാണ്ട് ഭഗവാനെ സേവനം ചെയ്യാതെ ഒരു വ്യക്തിക്കും പെർമനൻ്റായിട്ട് ലിബറേഷൻ ഇല്ല. ലിബറേഷൻ ഉണ്ടായിരിക്കും ബ്രഹ്മജ്യോതിയിലേക്ക്, പക്ഷേ കുറേ കാലം കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ വീണ്ടും വരും. അപ്പോൾ വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ട ഇതായിട്ട് വരും എന്നാണ് പറയുന്നത്. Any other points? Very good. Okay, 1 second. Okay, അടുത്ത ശ്ലോകം വായിക്കാം. ടെക്സ്റ്റ് 60. യാ മാതാജി. പ്രഭുജി ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാം നമുക്ക് ഭഗവാന് സർവീസിന് വേണ്ടി ഉപയോഗിക്കാന്നുള്ള. വി ക്യാൻ യൂസ് എവറിത്തിങ് ഇൻ ദ സർവീസ് ഓഫ് ദ ലോർഡ്. ഈവൻ ആങ്കർ ഓൾസോ വി ക്യാൻ യൂസ് ഇൻ ദ സർവീസ് ഓഫ് ദ ലോർഡ്. അതേപോലെ പ്രഭുജി അറ്റാച്ച്മെന്റ്, വെൻ ഇറ്റ് കംസ് ടു അറ്റാച്ച്മെന്റ്, ക്യാൻ വി യൂസ് അവർ അറ്റാച്ച്മെന്റ്, മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ടുവേർഡ്സ് അവർ ഫാമിലി, ഫ്രണ്ട്സ്, ക്യാൻ വി യൂസ്? യെസ്, മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ഫാമിലി, അതായത് അവരെ കൃഷ്ണ കോൺഷ്യസ് ആയിട്ട് റേസ് ചെയ്യുക. ദാറ്റ് ഈസ് പോസിബിൾ. നമ്മളുടെ ഇന്ദ്രിയതൃപ്തിക്ക് അല്ലാണ്ട് ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് അവരോട് അറ്റാച്ച് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന വഴി പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടുന്ന അറിവ് പകർന്നു കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, എന്തും ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി മെറ്റീരിയൽ ആണെങ്കിലും അത് സ്പിരിച്വലായിട്ട് മാറും. ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കും. and by doing so we will have reduced our attachment. യെസ്. പിന്നെ നമുക്ക് പിന്നെ ഈ സിദ്ധാന്തം മനസ്സിലാവുമ്പോൾ ഇപ്പോൾ ഒരു നമ്മളുടെ ഫാമിലിയിലെ ഒരു വ്യക്തിയോടെ അത് ഏത് ഫാമിലി നമുക്ക് അറ്റാച്ച്മെൻറ്റ്, കാരണം വെച്ചാൽ ഈ അറ്റാച്ച്മെൻറ്റ് വരുന്നത് ആരായാലും നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് വരുന്നത് ഇപ്പോൾ നമ്മളുടെ സ്വന്തം എന്നുള്ള ഒരു ഇതിലാണല്ലോ. അപ്പോൾ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ആഫ്രിക്കയിലുള്ള ഒരാളോട് നമ്മുടെ ഫാമിലി മെമ്പറോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. ഇല്ലേ, നമ്മൾ ആ തലത്തിൽ എത്തിയിട്ടില്ല. അതെ അല്ലേ? ഇപ്പോൾ ഇപ്പോൾ പ്രഭുപാദൊക്കെ ആണെങ്കിൽ ആഫ്രിക്കനാണെങ്കിൽ ശരി, അമേരിക്കനാണെങ്കിൽ ശരി, അങ്ങനെ ഒരു ഡോഗാണെങ്കിലും ശരി, ലയനാണെങ്കിൽ ശരി, അവർക്ക് ഹി ഹാസ് ഈക്വൽ ദിസ് തിങ്. ബട്ട് എനിവേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഹി നോസ് ഹൗ ടു ഡിസ്ക്രിമിനേറ്റ് ആൾസോ. എവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം, ആരോട് കൂടുതൽ ഇത് കാണിക്കണം, ആരോട് കുറവാണെങ്കിൽ അറിയാം. പക്ഷെ അത് ഇതിൻ്റെ ബേസിസിലല്ല, നമ്മൾ കാണിക്കുന്നതിൻ്റെ ബേസിസിലല്ല. നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് ബോഡ്ലി അറ്റാച്ച്മെൻ്റ് ആണ്. ഓക്കെ, ഇപ്പം നേരെ പറിച്ച് എക്സാമ്പിൾ പ്രഭുപാദർ പറയണം, പ്രഭുപാദർ അറ്റാച്ച്മെൻറ്റ് ബോഡ്ലി ലെവലിലല്ല, ജീവ പ്ലസ് ഹി ഈസ് എ ഡിവോട്ടി. ദാറ്റ് ജീവ ഈസ് എ ഡിവോട്ടി. ആ ഡിവോട്ടിയെ കൊണ്ട് എത്രയോ മില്യൺ ആൾക്കാർക്ക്, മില്യൺ ജീവജാലങ്ങൾക്ക് സഹായമാകുന്ന രീതിയിലാണ് ആ ഡിവോട്ടിയെ റേസ് ചെയ്ത് വരുന്നത്. നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് ഒരാളുടെ ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ കുട്ടികളോ അച്ഛനും മക്കളും ഉള്ള തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് ബോഡ്ലി അറ്റാച്ച്മെൻ്റ് ആണ്. ദാറ്റ്സ് ഓൺ എ ഗ്രോസ് ലെവൽ. പക്ഷെ പ്രഭുപാദരെ പോലുള്ള ആ സെയിൻറ്റ്ലി പേഴ്സണാലിറ്റീസിൻ്റെ അറ്റാച്ച്മെൻറ്റ് അതുകൊണ്ടാണല്ലോ സ്വന്തം ഫാമിലി വിട്ട് എല്ലാ സുഖസൗകര്യങ്ങളും വിട്ട് അമേരിക്കനാണോ ആഫ്രിക്കനാണോ യൂറോപ്യനാണോ ഒന്നും നോക്കാണ്ട്, മെയിലാണോ ഫീമെയിലാണോ ഒന്നും നോക്കാണ്ട് എല്ലാം ത്യജിച്ചിട്ട് ഇതിനെ ഇറങ്ങിത്തിരിഞ്ഞത്. നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ? ഇല്ല ബ്രോജി. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ രണ്ടുപേരും നമ്മൾ എക്സ്റ്റേണലി നോക്കുമ്പോൾ ചിലപ്പോൾ ഏകദേശം പ്രഭുപാദ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും ഒരേപോലെ തോന്നും. പക്ഷേ പ്രഭുപാദറെ ആ ഒരു വിഷൻ ആൻഡ് അതിൻ്റെ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. Okay, so text 64. रागद्वेष विमुक्तैस्तु विषयानिन्द्रियैश्चरन् आत्मा वश्यैर्विधेयात्मा प्रसादम् अधिगच्छति.
മനോജ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. രാഗദ്വേഷവിമുക്ത തു വിഷയാന ഇന്ദ്രിയാൻ പരൻ ആത്മവശിർ വിദ്യാത്മാ പ്രസാദം അധിഗച്ഛതി. സിമി മാതാജി. Translation അല്ലേ പ്രഭുജി? അതെ മാതാജി. But a person free from all attachment and aversion and able to control his senses through regulatory principles of freedom can obtain the complete mercy of the Lord. But a person free from all attachment and aversion and able to control his senses through regulatory principles of freedom can obtain the complete mercy of the Lord. അപ്പോൾ ഇവിടെ അറ്റാച്ച്മെൻറ്റ് മാത്രമല്ല ഇവിടെ പറയുന്നത്, അവേർഷനും രാഗദ്വേഷ. ഓക്കെ, രാഗം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ്, രണ്ടാമത്തെ ഇവിടെ എന്താണ്? ദ്വേഷമല്ലേ? യെസ്, ഡിറ്റാച്ച്മെൻറ്റ് ഓർ അവേർഷൻ. അപ്പം നമ്മൾക്ക് ചില അറ്റാച്ച്മെൻറ്റ്, ഓക്കെ, എല്ലാവരോടും അറ്റാച്ച്മെൻറ്റ് വരില്ല. ചില ആൾക്കാരോടും അറ്റാച്ച്മെൻറ്റ് വരും. എല്ലാവരോടും അറ്റാച്ച്മെൻറ്റ് നമുക്ക് വരാറുണ്ടോ? ഇല്ല. അവേർഷനോ? ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അവേർഷൻ, ഡിറ്റാച്ച്മെൻറ്റ് വരും അല്ലേ? അപ്പം ഇവിടെ ഭഗവാൻ പറയുന്ന അറ്റാച്ച്മെൻറ്റും പാടില്ല, അവേർഷനും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡേറ്റി സർവീസ്, ഐ ലൈക്ക് ഇറ്റ്, ഐ വിൽ ഡു ദാറ്റ്. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ക്ലീനിങ് സർവീസ് ടെമ്പിളിൽ. സോ അതിനോട് വിരക്തി, അവേർഷൻ, രണ്ടും പാടില്ല. അപ്പോൾ അവിടെ എന്താണ് എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? എനിക്ക് എൻ്റെ ഇന്ദ്രിയ തൃപ്തി എന്താണ്, അത് നോക്കിയിട്ടാണ് ഞാൻ സേവ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് എന്താണ് നല്ലത് അത് മാത്രം ഞാൻ ഏറ്റെടുക്കുന്നു. അല്ലാത്തത് ഞാൻ ഡിറ്റാച്ച്മെൻറ്റ്, അവേർഷൻ, അപ്പോൾ അത് പാടില്ല എന്നാണ്. അറ്റാച്ച്മെൻറ്റും പാടില്ല, അവേർഷനും പാടില്ല. അതാണ് ഭഗവാൻ തന്നെ പറയുന്നത് അർജുനോട്, ജയപരാജയം നോക്കേണ്ട ആവശ്യമില്ല. നീ ജയിക്കാം, പരാജയപ്പെടാം, രണ്ടും സംഭവിക്കാം. അത് നോക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ ഡ്യൂട്ടി, ക്ഷത്രിയൻ്റെ ഡ്യൂട്ടി എന്താ, അത് ചെയ്യുക, ആ കടമ ചെയ്യുക, ആ ദൗത്യം നിർവഹിക്കുക. ജയമാണോ പരാജയമാണോ അത് നീ വിട്ടേക്കുക. അതേപോലെ അറ്റാച്ച്മെൻറ്റും പാടില്ല, അവേർഷനും പാടില്ല. രണ്ടും ഭഗവാന്റെ സേവയ്ക്കായിട്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും കൂടിയിട്ട് ഭഗവാൻ അത് ഇഷ്ടമാണെങ്കിൽ ചെയ്യണം. നമ്മുടെ ഇന്ദ്രിയ തൃപ്തി അല്ല ഇവിടെ നോക്കേണ്ടത്. ഭഗവാൻ എന്താണ് പറയുന്നത്, ഭഗവാൻ എന്താണ് നിർദ്ദേശിക്കുന്നത്, ഭഗവാന്റെ ഇഷ്ടം എന്താണ്, അതാണ് ഇവിടെ നോക്കേണ്ടത്. അതാണ് പറയുന്നത് പേഴ്സൺ ഫ്രീ ഫ്രം അറ്റാച്ച്മെൻറ്റ്, അവേർഷൻ. എനിക്കിഷ്ടമാണല്ലോ, എനിക്കിത് നല്ല ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. എനിക്കിത് ഇഷ്ടമല്ല, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ മുൻഗണന ആർക്കാ? ഭഗവാനാണോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കാണോ? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അല്ലേ? അപ്പോൾ അതെങ്ങനെ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റി ആയി മാറുന്നത്? ഒരു കൃഷ്ണ സേവനം, ഭഗവാന്റെ സേവനം അനുഷ്ഠിക്കുന്ന ഒരാൾ സ്വന്തം ഇന്ദ്രിയ തൃപ്തി അല്ല അവിടെ നോക്കുന്നത്. ഭഗവാൻ എന്താണ് പ്രീതിയാവുന്നത് അതാണ് നോക്കുന്നത്. ഭഗവാൻ ഓക്കെ ഈ സേവനം ചെയ്യുക, ഗുരു പറയാണ് ഗോ ആൻഡ് ഡു ദിസ് സേവ, ഓക്കെ, ഗോ ആൻഡ് പ്രീച്ച് ഇൻ ചൈന. പ്രഭുപാദ് പറഞ്ഞു, ഡിവോട്ടീസ് പോയോ ഇല്ലേ? ഉടനെ പോയി. ഗോ ടു ഇറാൻ, ഗോ ടു പാകിസ്ഥാൻ. അതാണ് സേവനം എന്ന് പറയുന്നത്. അതാണ് വിത്തൗട്ട് എനി അവേർഷൻ. നമ്മളോട് പറഞ്ഞാലോ 1000 എക്സ്ക്യൂസസ് പറയും ഇല്ലേ? ഇതാണ് ശരിക്കുള്ള ഒരു ഡിസൈപ്പിൾ, ശിഷ്യൻ്റെയും ഒരു, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ശിഷ്യ, അന്ന് പ്രഭുപാദരുടെ ശിഷ്യ എന്ന് പറഞ്ഞാൽ ജെംസാണ് ഇന്നും തന്നെ. അന്നത്തെ ഓരോ ഈവൺ ഈ സൊസൈറ്റി വിട്ടുപോയിട്ടുള്ള ചില ശിഷ്യന്മാരുണ്ട്. അവരെയും നമ്മൾ 1000 കൈ കൊണ്ട് തൊഴുകണം. കാരണം വെച്ചാൽ അത്രയും ബഹുമാനവും അത്രയും ആദരവും അത്രയും അറ്റാച്ച്മെൻറ്റ് പ്രഭുപാദോടുണ്ടായിരുന്നു. പ്രഭുപാദ് എന്ത് പറഞ്ഞു അതിന് യാതൊരുമില്ല, അത് അതേപടി അവർ ചെയ്യുന്നുണ്ട്. ഈവൺ അറ്റ് ദ കോസ്റ്റ് ഓഫ് ദെയർ ഓൺ ലൈഫ്സ് ദേ ഹാവ് ഡൺ ഇറ്റ്. അന്നത്തെ കാലത്ത് ശിഷ്യന്മാർക്ക് കിട്ടില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ നമുക്ക് എന്താണ് നല്ലത് അത് മാത്രം നമ്മൾ സ്വീകരിക്കും. മറ്റേ ഒരു ജസ്റ്റ് ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്നത്തെ ആ നല്ല നല്ല ശിഷ്യന്മാർ ഉള്ളത് കൊണ്ട് കാരണമാണ് നമ്മളിപ്പോൾ ഈ സൊസൈറ്റിയിലുള്ളത് അല്ലേ? ഈ പാതയിൽ ഈ പാത്തിൽ നമ്മൾ ഉള്ളത് അന്നത്തെ ആ നല്ല സിൻസിയർ ഡിവോട്ടീസ് ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല.
ഓഫ് കോഴ്സ് പ്രഭുപാദര പ്യൂരിറ്റിയാണത് എൻ്റെ കാരണം. പ്രഭുപാദര പ്യൂരിറ്റിയാണ് അതിൻ്റെ കാരണം. പ്രഭുപാദ എന്ത് പറഞ്ഞു അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അത് വേദവാക്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്വസ്റ്റ്യൻ ഇല്ല, അതങ്ങോട്ട് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുള്ളത്. പ്രഭുപാദ എവിടുന്ന് വരുന്നു? ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട്, ഒരു ബംഗാളി വിത്ത് തിക്ക് ഇംഗ്ലീഷ് ആക്സെൻറ്റ്, ഏണോ ഒരു 5.3 ഏണോ അടിയുള്ള തന്നെക്കാളും 2-3 ഇരട്ടി വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഇവർ അമേരിക്കൻ വെൽ ടു ഡു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സും ടീച്ചേഴ്സും ആർട്ടിസ്റ്റും അങ്ങനെയുള്ള ഈ ആൾക്കാരെ എങ്ങനെ പ്രഭുപാദ പറയുന്നത് കേട്ടു? അതല്ലേ നമ്മൾ ആലോചിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും ഇറ്റ്സ് പ്രഭുപാദരെ ആ പ്യൂരിറ്റിയാണ് അതിൽ. അതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഏകദേശം അറൗണ്ട് 20s ഇവരുടെയൊക്കെ ഏജ് ഉണ്ടായിരുന്നത്. പ്രഭുപാദര ഏജ് 70. ഒരിക്കലും ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഒരു കൾച്ചർ ഡിഫറൻസ്, ഓക്കെ, ഏജ് ഡിഫറൻസ്, ലാംഗ്വേജ് ഡിഫറൻസ്, എല്ലാം ബിഹേവിയറൽ എല്ലാം ചേഞ്ച്. എന്നിട്ടും പ്രഭുപാദ ഇവരെല്ലാം പറഞ്ഞില്ല, എല്ലാം എന്ത് പ്രഭുപാദ ആഗ്രഹിക്കുന്നു അതുപോലെ അവർ ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ പ്യൂരിറ്റി. കാരണം പ്രഭുപാദയ്ക്ക് ഭഗവാന്റെ മേഴ്സി ഉണ്ട് അവിടെ. He is doing sincerely, not for his name and fame, not for his sense gratification. അതാണ് എൻ്റെ വ്യത്യാസം. ആ ഭഗവാന്റെ ആ മേഴ്സി എപ്പോഴും പ്രഭുപാദയ്ക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു പ്രഭുപാദയ്ക്ക്, ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തരണം ചെയ്തു. എങ്ങനെ സാധിച്ചു? ഭഗവാന്റെ മേഴ്സി. അപ്പോൾ നമുക്ക് അറ്റാച്ച്മെൻറ്റും പാടില്ല, അവേർഷനും പാടില്ല. ഓക്കെ, ആൻഡ് ഏബിൾ ടു കൺട്രോൾ സെൻസ് ത്രൂ റെഗുലേറ്റീവ്. നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? നമ്മൾക്ക് ഒരു സ്പോണ്ടേനിയസ് ലെവലിലൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. റെഗുലേറ്റീവ് വൈദ്യ സാധന ഭക്തി കൂടെ മാത്രമേ നമുക്ക് അഡ്വാൻസ്മെൻറ്റ് പറ്റുള്ളൂ. റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രീഡം ക്യാൻ ഒബ്റ്റെയിൻ കംപ്ലീറ്റ് മേഴ്സി. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കംപ്ലീറ്റ് മേഴ്സി, ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ആ മേഴ്സി, കരുണ, കമ്പാഷൻ ഉണ്ടായിരിക്കും. എക്സാക്ട്ലി പ്രഭുപാദ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പ്രഭുപാദ ഒരു ലിവിങ് എക്സാമ്പിളാണ് ഇപ്പോഴത്തെ. യാതൊരു ഒന്നും ഇല്ലാണ്ട് വെറും 40 റുപ്പീസിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാണ്ട് ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ഇന്ത്യ വിട്ടിട്ട് പുറം രാജ്യം പോയിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഇൻ്റർനാഷണൽ സൊസൈറ്റി സ്ഥാപിക്കുക, ഇത്രയും വലിയൊരു മൂവ്മെൻ്റ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മേഴ്സി തന്നെ അത്. കാരണം he had this qualification: no attachment, no aversion, and he had complete control of the senses, and he was serving the Supreme Lord not for his personal benefit but for the pleasure of the Supreme Lord, to propagate this Krishna consciousness movement, this Nama Sankirtana Yajna as predicted by Chaitanya Mahaprabhu. ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ. So it's already explained that one may externally control the senses by some artificial process, but unless the senses are engaged in the transcendental service of the Lord, there is every chance of a fall. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും നമ്മൾ വേറെ ഒരു ഹയർ കാര്യങ്ങളിൽ നമ്മളുടെ സെൻസസിനെ എൻഗേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ തലകുത്തി വീഴും. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ അങ്ങനെ ശ്രമിച്ചാലും കൂടി നമ്മുടെ സെൻസസിൻ്റെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നല്ല ഹയർ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടില്ലെങ്കിൽ there is every chance that we will fall down. So although the person in full Krishna consciousness may apparently be on the sensual pleasure plane, because of his being Krishna conscious, he has no attachment to sensual activities. അതേപോലെ ഒരു കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി അപ്പറൻ്റ്ലി ഒരു സെൻസ്വൽ പ്ലഷർ, അതായത് പ്ലെയിനിലാണെന്ന് തോന്നുകയേക്കാം. നമ്മൾ ചെയ്യുന്ന അതേപോലെയാണ് ഒരു കൃഷ്ണ കോൺഷ്യസ് ഡിവോട്ടിങ് ചെയ്യുന്ന മെറ്റീരിയൽ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അവരും ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരും ബാക്കിയുള്ള ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ഞാനും അദ്ദേഹം തമ്മിൽ എന്താ വ്യത്യാസം? പക്ഷേ വ്യത്യാസമുണ്ട്. അദ്ദേഹം ആ വ്യക്തി കൃഷ്ണാവബോധത്തിൽ കംപ്ലീറ്റ് അടിയുറച്ച് വിശ്വസിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു ഫോൾ ഡൗൺ ഉണ്ടാവില്ല.
നേരെ മറിച്ച് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മീൻസ് സെൻട്രൽ പ്ലെയിനിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഫോൾ ഡൗൺ ഉണ്ടായിരിക്കും. The Krishna conscious person is concerned only with the satisfaction of Krishna and nothing else. അതാണ് ഒരു കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഭഗവാനെ ഏത് തരത്തിൽ പ്രീതിപ്പെടുത്തുക എന്ന് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിൽ അവനവന് എത്ര തന്നെ ബുദ്ധിമുട്ടോ അസൗകര്യം വന്നാലും കുഴപ്പമില്ല. ദ ഗോൾ ഈസ് ഫിക്സ്ഡ്. Therefore he is transcendental to all attachment and detachment. അപ്പോൾ അവിടെ ആസക്തിയില്ല, വിരക്തിയില്ല. Okay? If Krishna wants, the devotee can do anything which is ordinarily undesirable. Okay? If Krishna does not want, he shall not do that which he would have ordinarily done for his own satisfaction. Okay? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. Therefore, to act or not to act is within his control because he acts only under the direction of Krishna. ഇവിടെ അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് കൃഷ്ണ എന്ന് പറയുന്നത് ഭഗവാന്റെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ ത്രൂ ഡിവോട്ടീസ് വരുന്നതായിരിക്കാം, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ ത്രൂ ഗ്രന്ഥം ശാസ്ത്രമായിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ അതെല്ലാം ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ, ഗുരു സാധു ശാസ്ത്ര, ഇതെല്ലാം ഭഗവാന്റെ ഇൻസ്ട്രക്ഷനാണ്. എന്താണ് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ? ഇപ്പോൾ അർജുനന് ഭഗവാനിൽ നിന്നും നേരിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി, അത് നമുക്കില്ല. പക്ഷെ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? ഗുരു സാധു ശാസ്ത്ര, നമ്മളുടെ ഗുരു എന്താ പറയുന്നത് അതനുസരിക്കണം. ഗുരു എന്ത് പറയുന്നു? സാധു പറയുന്നത് അനുസരിക്കുന്നു. സാധു എന്ത് കേൾക്കുന്നു? ശാസ്ത്രം. അപ്പോൾ അതാണ് ഭഗവാന്റെ ഡയറക്ഷൻ. സോ ദിസ് കോൺഷ്യസ്നസ് ഈസ് ദ കോസ്റ്റ്ലെസ് mercy of the Lord which the devotee can achieve in spite of his being attached to the sensual platform. അപ്പോൾ ഏതൊരു വ്യക്തി ഒരു ഇന്ദ്രിയ ഭോഗത്തിൻ്റെ ആ ഒരു തലത്തിൽ നിൽക്കുന്നതാണെങ്കിലും കൂടിയിട്ട് നമ്മുടെ സ്ലോലി ആൻഡ് ഗ്രാജ്വലി കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പതുക്കെ സെൻട്രൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് വരാൻ പറ്റും. പിന്നെ ഭഗവാന്റെ ആ മേഴ്സി, ആ കരുണ നമുക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അഡ്വാൻസ് സ്ലോലി ആൻഡ് ഗ്രാജ്വലി വിൽ അഡ്വാൻസ് ടുവേർഡ്സ് കംപ്ലീറ്റ് സറണ്ടർ ടു കൃഷ്ണ ആൻഡ് വി ബിക്കം കൃഷ്ണ കോൺഷ്യസ്. 24 മണിക്കൂറും നമ്മൾ എന്ത് തന്നെ ഈവൻ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുന്നതാണെങ്കിലും കൂടിയിട്ട് അതെല്ലാം കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റി ആയിട്ട് ഓട്ടോമാറ്റിക്കലി മാറും. നമുക്കത് അയ്യോ ഇത് കൃഷ്ണ നമ്മളൊരു സെപ്പറേറ്റ് നമ്മൾ രണ്ടെണ്ണമായിട്ടാണ് കാണുന്നത്. ഇത് സ്പിരിച്വൽ ആക്ടിവിറ്റി, ഇത് മെറ്റീരിയൽ ആക്ടിവിറ്റി അല്ലേ? നമ്മൾ അങ്ങനെ രണ്ട് തരത്തിലാണ് കാണുന്നത്. നമ്മൾ രണ്ട് തരത്തിൽ കാണേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നോ അതെല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റി ആവും. ഈവൻ ദ സോ കോൾഡ് മെറ്റീരിയൽ ആക്ടിവിറ്റി. അതാണ് ഡിവോട്ടി എന്ന് പറഞ്ഞത്. അവർക്കൊരു ഒരു തരംതിരിവില്ല. ഓക്കെ, ഇത് ഞാൻ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റിയാണ്, മറ്റത് മെറ്റീരിയൽ ആക്ടിവിറ്റി. രണ്ടും ഞാൻ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോവുക? വി ഷുഡ് take it parallelly. It's not necessary. As far as a pure devotee is concerned, he doesn't have to worry. Whatever he does, it is spiritual activity. Even the so-called material activity. ഒരു ശുദ്ധ ഭക്തൻ, ഈവൻ ഒരു ഗൃഹസ്ഥനാണെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്നത് നമ്മൾ കാണുന്നത് മെറ്റീരിയൽ ആക്ടിവിറ്റിയാണ്, പക്ഷേ ഭക്തൻ കാണുന്നത് സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. ആൻഡ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. അർജുനൻ യുദ്ധം ചെയ്യുന്നത് ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. ദുര്യോധനൻ യുദ്ധം ചെയ്യുന്നത് ഒരു മെറ്റീരിയൽ ആക്ടിവിറ്റിയാണ്. രണ്ടും യുദ്ധമാണ്. അതാണ് രണ്ടും ഡിഫറെൻറ്റ് വിഷൻ. Okay, so any points? Very good. Okay. So next 65 next weekൽ അപ്പോൾ ഞാൻ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാം ഷെയറിങ്.